8,000 രൂപയ്ക്കാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത്. പിന്നെ അത് 12 18 20 25 അങ്ങനെ പല ഗേൾസും ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹായ് ഹലോ, ഞാൻ ആമിയാണ്. ചില ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം, പക്ഷെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം ഞാനൊരു ക്യാമ്പയിന് പോയിരുന്നു, സൊറക്കുവട്ടത്തിൻ്റെ. അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും ഞാനിതിൽ പറയുന്നത് എന്നെക്കുറിച്ചാണ്. ഞാൻ എന്നെ തന്നെ ബിൽഡ് ചെയ്തെടുത്ത കഥ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ള് കാണാം, അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. ഞാൻ ആരെയും പിടിച്ചു നിർത്തുന്നില്ല. ഞാനായിട്ട് വരത്തി വെച്ച ഒരു നരക ജീവിതത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ആ പോയിന്റിൽ നിന്നാണ് എൻ്റെ ലൈഫിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു ഞാൻ ആ ഒരു പോയിന്റിലെടുത്ത തീരുമാനം. ഒന്നെങ്കിലും മരിക്കുക, അല്ലെങ്കിൽ സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക. ആ ഒരു തീരുമാനം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ഫ്രീഡം എന്താണെന്ന് അറിയുന്നത്, ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥ ഞാൻ ജീവിച്ചുകൊണ്ടായിരിക്കും. കയ്യിൽ 4 ക്യാഷ് ഉണ്ടെങ്കിൽ ആരുടെ മുമ്പിലും തല കുനിക്കാതെ അന്തസ്സോടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അതിനുവേണ്ടി എങ്ങനെ പട്ടിപ്പണി എടുത്തിട്ടാണെങ്കിലും ലൈഫ് മുന്നോട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു പോയിന്റ്. ഫിനാൻഷ്യലി തീരെ സ്റ്റേബിൾ അല്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. +2 വരെ ഞാൻ പഠിച്ചതും വയനാട്ടിൽ തന്നെയാണ്. ആഫ്റ്റർ മൈ +2 ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴിക്കോട് വരുന്നത്. അങ്ങനെ കോഴിക്കോട് എത്തി. സത്യം പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു വേൾഡ് തന്നെയാണ് എനിക്ക് കോഴിക്കോട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്ലേസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് പീപ്പിൾസ് എന്ന് കേട്ടിട്ടില്ല. എക്സാക്ട്ലി. ഞാൻ തളർന്ന് വീണോടത്തുനിന്ന് എന്നെ കൈ പിടിച്ച് പൊന്തിക്കാൻ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. പല സമയത്തും എൻ്റെ ഒരു ബ്രദറായിട്ടും ഒരു അച്ഛനായിട്ടും ഒരു അമ്മയായിട്ടും നിൽക്കാൻ എൻ്റെ കൂടെ പലരും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ശരിക്കും ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കെന്ന് പറയുമ്പോൾ ആരും കൂടെ ഇല്ല എന്നല്ല, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത് ഞാനാണ്. ഒരു മുട്ടുസൂചി വാങ്ങാൻ പോലും ഞാൻ വീട്ടുകാരെ വിളിക്കാറില്ല. സെക്ഷൽ കമൻസും ഹറാസ്മെൻറ്റ്സും മെസ്സേജും കോൾസും ഡയറക്റ്റുള്ള ചോദ്യങ്ങൾ വരെ എനിക്കുണ്ടായിട്ടുണ്ട്. അത് പലർക്കും ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയണതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം ഒന്ന് മുട്ട് വരയ്ക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്തരാന്ന് ചോദിച്ചാൽ ഞാനിടാന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇപ്പം എനിക്ക്. വേറൊരു കാര്യം എന്തെന്നാൽ, ഈ ഒറ്റയ്ക്കിരിക്കലും അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല. ഇമോഷണലി ഡൗൺ ആകുമ്പോൾ ഒന്ന് അപ്പ് ചെയ്യാൻ കൂടെ ഒരാളുള്ളത് നല്ലതാണ് കേട്ടോ. ഇനി ആരും ചാടിപ്പോയി പ്രേമത്തിലൊന്നും വീണ് ജീവിതം കൊളാക്കരുത്. പ്രേമിക്കേണ്ടവർക്ക് പ്രേമിക്കാം, പ്രേമിക്കേണ്ടാത്തവർക്ക് വെറുതെ ഇരിക്കാം. പക്ഷെ നമ്മുടെ പ്രയോറിറ്റി എപ്പോഴും നമ്മളായിരിക്കണം. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും നമ്മൾ തന്നെ ആയിരിക്കും. ആരും വെറുതെ വടി കൊടുത്ത് അടി വാങ്ങാൻ നിൽക്കണം. ഇത്രയും പറഞ്ഞില്ലേ, ഇനി ഞാൻ സൊറക്കൂട്ടത്തിൻ്റെ ക്യാമ്പിനെ കുറിച്ച് പറയാം. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ക്യാമ്പാണ്. പക്ഷേ അത് ബെസ്റ്റ് എക്സ്പീരിയൻസും നല്ല നല്ല മൊമെൻറ്റ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി. അപ്പോൾ നിങ്ങൾ ബോറൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഒരു വട്ടെങ്കിലും ഒരു ക്യാമ്പിനൊക്കെ പോയി നോക്കൂ. സംഭവം അടിപൊളിയാവും. ഒന്ന് മൈൻഡൊക്കെ റിഫ്രഷ് ആവും. പിന്നെ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെയും കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.